ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പിണറായി വിജയൻ ഒരിക്കൽ കൂടി കൈകൾ ഉയർത്തിക്കാട്ടി പറയുന്നു ഈ കൈകൾ ശുദ്ധമെന്ന്. വാർത്താസമ്മേളനത്തിൽ പിണറായി വിജയൻ പറയുന്നു വീണ എന്റെ മകളായതുകൊണ്ടാണ് ഈ പ്രശ്നമെന്ന്. പാർട്ടി സെക്രട്ടറി ആയിരിക്കെ ശശീധരൻ കർത്തയിൽ നിന്നും വീണയ്ക്ക് 50 ലക്ഷം വായ്പ കിട്ടിയത് പിണറായി വിജയന്റെ മകളായതുകൊണ്ടല്ലേ? മകൾ ഭാര്യയുടെ പെൻഷൻ കൊണ്ട് തുടങ്ങിയതെന്ന് പറഞ്ഞ എക്സാലോജിക്കിന് സേവനമില്ലാതെ സ്വന്തം അക്കൗണ്ടിലും കമ്പനി അക്കൗണ്ടിലും പണം അയച്ചത് പിണറായിയുടെ മകളായതുകൊണ്ടാണെന്ന് പറഞ്ഞത് ശശീധരൻ കർത്തയല്ലേ? പിന്നെ ഇ.ഡി. വാർത്താക്കുറിപ്പിൽ അങ്ങയുടെ പേര് ചേർത്തത് അങ്ങ് മുഖ്യമന്ത്രിയായിരിക്കെ മകൾ പണം കൈപ്പറ്റിയെന്ന് പറയുന്നത് എങ്ങനെ വിചിത്ര നടപടിയാകും? CPIM PB അംഗമായി പിണറായി വിജയൻ പറയുന്നു വീണ എന്ന് പറയുന്ന ചെറുപ്പക്കാരി ഭയങ്കര സ്വത്തിന് ഉടമയല്ല എന്ന്. ഇതിൽ കേൾക്കുന്ന പണവും വലിയ പണമല്ല എന്ന്. കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന സാധാരണക്കാർക്ക്, സാധാരണ പ്രവർത്തകർക്ക് ആദ്യം കൈപ്പറ്റിയെന്ന് കേട്ട 2.78 കോടിയായാലും ഇപ്പോൾ വരവിലധികം സമ്പാദിച്ചെന്ന് പറയുന്ന 20 കോടി 5 ലക്ഷമായാലും വലിയ തുകയാണ്. ഇ.ഡി. നടപടി വിചിത്രമെന്ന് പിണറായി വിജയൻ പറയുമ്പോൾ ഇ.ഡി. റെയ്ഡിനിടെ പാർട്ടി പ്രവർത്തകരെ ആക്രമിക്കാൻ ആനയിച്ചതും ആക്രമിച്ചവരെ അഭിവാദ്യം ചെയ്തതുമാണ് സാധാരണക്കാർക്ക് വിചിത്രമായി തോന്നിയത്. ദിവസങ്ങളോളം ജയിലിൽ കഴിഞ്ഞവർ ജാമ്യത്തിലിറങ്ങി ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഊഞ്ഞാലാടുന്ന ദൃശ്യമാണ് വിചിത്രമായി തോന്നിയത്. വിചിത്ര മറുപടിയോ എന്നതാണ് ചോദ്യം. കോൺഗ്രസിൽ നിന്നും ശ്രീ രാജു പി നായർ, ഇടത് നിരീക്ഷകൻ ശ്രീ M ജയചന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോസഫ് സി മാത്യു എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ ശ്രീ ജോസഫ് സി മാത്യുവിലേക്കാണ് പോകുന്നത്. ശ്രീ ജോസഫ് സി മാത്യു, അങ്ങ് പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം കണ്ടിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ഇ.ഡിയുടെ നടപടികൾ അങ്ങേയറ്റം വിചിത്രമെന്നാണ് ഇന്ന് പിണറായി വിജയൻ ഈ ഇ.ഡി. നടപടിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. അത് വാർത്താക്കുറിപ്പുമായി ബന്ധപ്പെട്ടാണ്. വാർത്താക്കുറിപ്പിൽ P. വിജയൻ എന്ന് പറഞ്ഞ് അതിലൊരു ക്ലാരിറ്റി കുറവുണ്ടാകുമെന്ന് കരുതിയാകണം അതിൽ എക്സ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളം എന്നുകൂടി ചേർത്തിരിക്കുന്നു എന്ന് പറയുന്നു. മാത്രമല്ല ഈ വാർത്താക്കുറിപ്പുകൾ ഇ.ഡി. പുറത്തിറക്കുന്നത് അതും പതിവ് വിട്ടാണെന്ന് പറയുന്നു. അങ്ങേക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇ.ഡിയുടെ നടപടികളാണോ വിചിത്രമായി തോന്നുന്നത്, അതോ ഇന്നത്തെ മറുപടിയാണോ? സ്മൃതി, എനിക്ക് രണ്ടും സത്യത്തിൽ വിചിത്രമായി തോന്നുന്നില്ല. ഒന്നാമത് ഇ.ഡിയുടെ നടപടികളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇ.ഡി. പത്രക്കുറിപ്പ് ഇറക്കാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് വസ്തുതാപരമായി ശരിയല്ല. അത് അദ്ദേഹത്തിനും അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. വെബ്സൈറ്റിൽ ഉണ്ടാവാറുണ്ടെന്നൊക്കെ അദ്ദേഹം ഇടയ്ക്കൊന്ന് പരാമർശിച്ച് പോകുന്നത് കണ്ടു. അതായത് ഞാൻ നോക്കുമ്പോൾ ഈ മാസം 8ാം മാസം അവിടെ 39 പ്രസ് റിലീസ് അവർ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന 18ാം തീയതി ഇവിടെ നടന്ന റെയ്ഡിന് ശേഷം അതിന്റെ പത്രക്കുറിപ്പിന് ശേഷം 8 പത്രക്കുറിപ്പുകൾ വേറെ ഇറക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന റെയ്ഡിനെ കുറിച്ച് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇ.ഡി. അങ്ങനെ പത്രക്കുറിപ്പുകൾ ഇറക്കാറില്ല എന്ന് പറയുന്നത് വസ്തുതാപരമായി ശരിയല്ല. അങ്ങനെ പത്രക്കുറിപ്പുകൾ ഇറക്കാറുണ്ട് ഇ.ഡി. അത് രാജ്യത്ത് എമ്പാടും ചെയ്യുന്ന ഒരു കാര്യമാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് കേരള മുഖ്യമന്ത്രി P. വിജയന്റെ മകൾ എന്ന് എടുത്തു പറഞ്ഞതിനെ കുറിച്ചാണ്. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ IT ഡിപ്പാർട്ട്മെന്റിന്റെയും സെറ്റിൽമെന്റ് ബോർഡിന്റെയും ഒക്കെ ഉത്തരവ് വന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ആ PV ഞാനല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെയും താഴെ ഭാഗത്ത് നേരത്തെ പേര് പറഞ്ഞ അബ്രിവേഷൻ ഉപയോഗിച്ചിരിക്കുന്ന കേരളത്തിന്റെ ഒരു പ്രൊമിനന്റ് ലീഡറായിട്ടുള്ള പിണറായി വിജയന്റെ മകളായിട്ടുള്ള വീണ T എന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് അതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അങ്ങനെ എടുത്തു പറഞ്ഞു, അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതങ്ങനെ എല്ലാ ഘട്ടങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചിട്ടില്ല. അത് ബാക്കി ഇപ്പോൾ കവിതയുടെയോ അതുപോലെ നേരത്തെ ഇങ്ങനെ പ്രൊമിനന്റ് സ്ഥാനത്തിരുന്നവരുടെ മക്കളെ പ്രതികളായ കേസുകളിൽ അതങ്ങനെ എടുത്തു പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാം. പക്ഷെ ഇതിലെന്താണ് ഇത്ര വൈരുദ്ധ്യമായി തോന്നുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇതിനെ കൂട്ടിക്കെട്ടുന്നത് അദ്ദേഹം ചോദിക്കുന്നത് വീണ വേറൊരു വ്യക്തിയല്ലേ, ആ വ്യക്തിയെക്കുറിച്ചുള്ള പത്രക്കുറിപ്പിൽ എന്തിനാണ് അവരുടെ പിതാവിനെ കുറിച്ചും പിതാവിന്റെ ഡെസിഗ്നേഷനും ഒക്കെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാവുന്ന രീതിയിൽ പറയുന്നത് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്.
സത്യത്തിൽ ഈ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുന്നത് അവിടെ തന്നെയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളവും ഉള്ള കൺഫ്യൂഷൻ അവിടെ തന്നെയാണ്. ഇപ്പോൾ ഒരു സ്വകാര്യ വ്യക്തി അവർക്കൊരു ബിസിനസ് ചെയ്ത് ജീവിക്കാൻ കഴിയില്ലേ, ഒരു മന്ത്രിയുടെ ഭാര്യയായി പോയതുകൊണ്ട് മാത്രം ബിസിനസ് ചെയ്യാൻ കഴിയില്ലേ, മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് ബിസിനസ് ചെയ്യാൻ കഴിയില്ലേ, ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യാൻ കഴിയും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഈ പിണറായി വിജയന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം തന്നെ പരിശോധിച്ചാൽ ഒരു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനമാണോ, എക്സാലോജിക്കിന്റെ ഒരു സ്പോക്സ് പേഴ്സന്റെ വാർത്താ സമ്മേളനമാണോ, അതോ ഇത് രണ്ടും കൂടെ ചേർന്നതാണോ എന്ന് നമ്മൾ ആലോചിച്ചാൽ ഇത് രണ്ടും കൂടെ ചേർന്നതാണ് അവിടെ നടന്നത്. അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം, LDF-ന്റെ അഭിപ്രായം ഒക്കെ അദ്ദേഹം പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹത്തിനെ കുറിച്ച് മാത്രമല്ല, അദ്ദേഹം വീണയ്ക്ക് വേണ്ടിയും വീണ എല്ലാത്തിനോടും സഹകരിക്കുന്നുണ്ട്, വീണ എല്ലാത്തിലും ഇടപെടുന്നുണ്ട്, ഈ കൈകൾ ശുദ്ധമാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തെ ആ കാണിക്കുന്ന കൈകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മാത്രം കൈകളല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് എന്റെയും എൻ്റെ മകളുടേതും എൻ്റെ കുടുംബത്തിൻ്റെതും ഒക്കെ ചെയ്തികൾ ശുദ്ധമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. അങ്ങനെ ഒരു ഉത്തരവാദിത്വവും ഓണസും ഏറ്റെടുക്കുന്നത് നല്ലതാണ്. പക്ഷെ അങ്ങനെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങളെ രണ്ടിനെയും കൂടെ ബന്ധിപ്പിച്ചത് പറയുന്നത് എന്തിനാണെന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇത് തന്നെയാണ് നമ്മൾ ആദ്യം മുതൽ CPM-നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ഒരു കേസാണോ, ഇത് CPM-നെ ബാധിക്കുന്ന ഒരു കേസാണോ, അതോ രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിൽ നടത്തിയ വേറൊരു വ്യക്തിയുടെ കേസാണോ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മുടെ മുന്നിലുള്ള പ്രസിഡൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ VS മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകനെ കുറിച്ച് ലോട്ടറിയുടെ വിഷയത്തില് മറ്റ് പല വിഷയം അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി ആരോപണം ഉന്നയിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ CBI ലോട്ടറി വിഷയത്തിലുള്ള ഇടപാടിനെ സംബന്ധിച്ചുള്ള ആക്ഷേപത്തെക്കുറിച്ച് CBI അന്വേഷിക്കണം, CBI അന്വേഷണത്തിന്റെ പരിധിയിൽ അതും കൂടി ഉൾപ്പെടുത്തണം എന്ന് സംസ്ഥാനത്തിന്റെ ആവശ്യമായി CBI അറിയിക്കുമെന്ന് പറഞ്ഞ് അത് അറിയിച്ചു. രണ്ടാമത് ബാക്കിയുള്ള ആരോപണങ്ങൾ മുഴുവൻ പ്രതിപക്ഷ നേതാവ് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കും എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല അത് മറ്റൊരു വ്യക്തിയാണ്, ആ അന്വേഷണം അവിടെ നടക്കണം എന്ന് പറഞ്ഞു. കോടിയേരി ബാലകൃഷ്ണനും അതേ നിലപാടാണ് അദ്ദേഹത്തിന്റെ മകന്റെ വിഷയത്തിൽ എടുത്തത്. പക്ഷെ ഇവിടെ വ്യത്യസ്തമായി നമ്മൾ കാണുന്നത് ഇത് ശ്രീ പിണറായി വിജയൻ ഇതിനെ കാണുന്നത് ഒരൊറ്റ യൂണിറ്റ് ആയിട്ടാണ്. അദ്ദേഹം പറയുന്നത് ഇത് മുഴുവൻ അദ്ദേഹം മറുപടി പറയുന്നത് പോലും അവർക്ക് വേണ്ടിയും കൂടിയാണ്, അവർ സംസാരിക്കാനായിട്ട് പ്രത്യക്ഷപ്പെടുന്നില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാർത്താക്കുറിപ്പിലല്ല ഇത് മറ്റൊരു വ്യക്തിയല്ലേ, അവർക്ക് വ്യക്തി സ്വാതന്ത്ര്യമില്ലേ, അവർക്ക് ബിസിനസ് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോഴും അവർ ചെയ്യുന്നത് ഇത് അവരുടെ പ്രശ്നമായി, അവരുടെ അന്തരാത്മാവിൽ തൊടുന്ന ഒരു പ്രശ്നമായി ഇവരങ്ങ് ഏറ്റെടുക്കുകയാണ്. ഇപ്പൊ തന്നെ വീണ വിജയൻ എല്ലാ അന്വേഷണത്തോടും സഹകരിച്ചു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പടിക്കൽ വെച്ച്, ആ വീടിന്റെ പടിക്കൽ വെച്ച് ഈ ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടതിന് എന്ത് ന്യായമാണ് പറയുക? അവിടെ വന്നപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അകത്തുണ്ടായിരുന്നത് വീണ എല്ലാറ്റിനോടും സഹകരിച്ചു, പുറത്തുണ്ടായിരുന്നത് CPM അല്ലെങ്കിൽ പിണറായി വിജയൻ അവരാക്രമിച്ചു എന്നാണ് ഈ പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ഒരു വൈരുദ്ധ്യം ഇവർക്ക് ഇത് ഒരു തരത്തിലും വിശദീകരിക്കാൻ കഴിയുന്നില്ല. ഇവർക്ക് തുപ്പാനും കഴിയുന്നില്ല, ഇറക്കാനും കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിൽ CPM-ന്റെ നേതാക്കൾ പെട്ടിരിക്കുകയാണ്. മുഹമ്മദ് റിയാസിലേക്ക് എത്തുകയാണ്. അതുകൊണ്ടാണ് ഈ കൂടുതൽ ശക്തമായി ഇപ്പോൾ CPM-ന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. മുഹമ്മദ് റിയാസിലേക്കും റിയാസിന്റെ സുഹൃത്തുക്കളിലേക്കും എന്ന് പറയുമ്പോൾ വെറും സുഹൃത്തുക്കളല്ല, പാർട്ടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവർ തന്നെയാണ്. അപ്പോൾ ഈ ഹവാല ഇടപാട് എന്നുള്ള ഈ പറഞ്ഞ വാർത്താ കുറിപ്പിലെ വാചകം അതെടുത്തു പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ പറഞ്ഞ ഒരു ഹവാല ഇടപാടും ഇല്ല എന്ന്. അത് ഇദ്ദേഹത്തിന് എങ്ങനെ അറിയാം? ഇദ്ദേഹത്തിന് അറിയാമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഇദ്ദേഹം ഏറ്റെടുക്കണ്ടേ? ഇദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഇല്ലാന്ന് ഇദ്ദേഹം പറഞ്ഞാലും നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം അങ്ങനെ ഒരു തസ്തികയിലല്ല വീണ ഇരുന്നത്. ശ്രീ കർത്ത അങ്ങനെ ഒരു സൗജന്യം കൊടുക്കണമെങ്കിൽ എന്തിനു കൊടുത്തു എന്നൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും നിയമത്തിന്റെയും ധാർമ്മികതയുടെ ഒക്കെ വ്യാഖ്യാനങ്ങളാണ്. പക്ഷെ ഇവിടെ ഇദ്ദേഹം പറയുന്നത് അതൊരു വ്യക്തിയല്ലേ ബിസിനസ് ചെയ്യരുത് എന്നുള്ള ന്യായം നിരത്തുമ്പോൾ പോലും അദ്ദേഹം പറയുന്നത് ഒരു ഹവാലയും നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ഇടപാടുകളെ കുറിച്ചും എനിക്കറിയാമെന്നും കൂടിയാണ് അദ്ദേഹം പറയുന്നതിന്റെ അർത്ഥം.
അപ്പൊ അങ്ങനെ ഏറ്റെടുക്കുന്നുണ്ടോ, അത് CPM ഏറ്റെടുക്കുന്നുണ്ടോ, അത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് ഏറ്റെടുക്കുന്നുണ്ടോ, ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതാ ഞാൻ പറഞ്ഞ, ഇത് നേരത്തെ ഉള്ള പല വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് തുപ്പാൻ വയ്യ എന്നുള്ളൊരു പൊസിഷനിലേക്ക് CPM എത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അതിൻ്റെ അകത്ത് ചില ക്യാച്ചുകളുണ്ട്. ഇപ്പൊ അദ്ദേഹം ചോദിക്കുന്നത് വീണയുടെ അക്കൗണ്ടിൽ നിന്ന് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് വന്നു, റിയാസിന്റെ അക്കൗണ്ടിൽ നിന്ന് ഹവാല അയച്ചു എന്ന് പറഞ്ഞു. ആ പറഞ്ഞതിന് എന്ത് തെളിവാണുള്ളത്? അദ്ദേഹം നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം EDയുടെ വാർത്താക്കുറിപ്പുകൾ ചേർത്ത് വെച്ച് വായിച്ചാൽ മനസ്സിലാക്കുന്നത്, നേരത്തെ മെയ് 27 ഇവിടെ നടന്ന റെയ്ഡിൽ ഇവിടെ നിന്ന് പല ആൾക്കാരുടെ സൂചനകൾ കിട്ടി, പൈസ എവിടേക്കൊക്കെ പോയിട്ടുണ്ടെന്ന്. ആ സൂചനകളുടെ അടിസ്ഥാനത്തിൽ അവർ 9 സ്ഥലത്ത് റെയ്ഡ് ചെയ്തു. ആ റെയ്ഡുകളുടെ കൂട്ടത്തിൽ റിയാസിന്റെ വീടോ ഓഫീസോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നു, രണ്ടാമത് അതായത് ഈ ഡയറിയിൽ നിന്ന് കിട്ടിയ പേരുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡുകളിൽ റിയാസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ റിയാസിന്റെ സുഹൃത്തുക്കൾ എന്ന് നമുക്ക് അനുമാനിക്കാവുന്ന പാർട്ടി ബന്ധമുള്ള പലരും ഉണ്ടായിരുന്നു. അവിടെ റെയ്ഡ് നടത്തിയിടത്ത് നിന്ന് കണ്ടെത്തിയ കാര്യങ്ങളായിട്ട് ED വാർത്താക്കുറിപ്പിൽ പറയുന്നു, ഹവാല ട്രാൻസാക്ഷന്റെ തെളിവുകൾ ലഭിച്ചു, 20 കോടിയോളം രൂപയുടെ തെളിവുകൾ കിട്ടും, വരവിൽ കവിഞ്ഞ സ്വത്തിന്റെ തെളിവുകൾ ലഭിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഇതിന് മറുപടി പറയേണ്ടത് ആരാണെന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ എന്തിനാണ് മറുപടി പറയുന്നതെന്നുള്ള രീതിയിൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ചെയ്യുന്നത്, ഞാനതാ പറഞ്ഞ രണ്ടാമത്തെ ചോദ്യത്തിന് ഒരു അസ്വാഭാവികമായി ഒന്നും തോന്നുന്നില്ല എന്ന് പറയുന്ന കാര്യം, പണ്ട് എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ച് മാധ്യമങ്ങളെ വരുത്താൻ ശ്രമിച്ച അതേ രീതി തന്നെയാണ് അദ്ദേഹം ഇന്നും ശ്രമിച്ചത്. അതിൽ എടോ അങ്ങ് ഒഴിവാക്കിയെന്നേ ഉള്ളൂ. അത് പുതിയ വിജയന്റെ ഒരു സ്വഭാവമായിരിക്കാം, ഇച്ചിരി ഒന്ന് മൈൽഡ് ആയിട്ടുണ്ടാവാം, സാഹചര്യങ്ങളിലും മാറ്റം ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ ഈ വാർത്ത കൈകാര്യം ചെയ്യുന്ന മാധ്യമത്തെ, അതിന്റെ എഡിറ്റർ സ്ഥാനത്തിരിക്കുന്നവരെ പേര് പറഞ്ഞു, അപ്പോൾ ഇത് ഞങ്ങൾ അദ്ദേഹം അറിയാതെ ഇതൊന്നും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അതിൽ ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന മുഹമ്മദ് റിയാസിനെ ഫോണിൽ വിളിച്ച് ED കാര്യങ്ങൾ തിരക്കി എന്ന് പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു കാര്യം EDയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പത്രത്തിൽ വന്നത് തെറ്റായ വാർത്തയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ കൂടുതൽ വിശദീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത്. ശ്രീ ജയചന്ദ്രനിലേക്ക് ഒന്ന് പോട്ടെ. ശ്രീ M. ജയചന്ദ്രൻ, ഇതിപ്പോൾ ഈ കേസ് ആരാണ് വിശദീകരിക്കേണ്ടത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. വീണ T ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയാണെങ്കിൽ അതാവും കൂടുതൽ വ്യക്തത നൽകുക. ഇന്ന് വരെ വീണ T ഈ കാര്യം വിശദീകരിച്ചിട്ടില്ല. വീണ T എന്നത് സ്വതന്ത്ര വ്യക്തി എന്ന രൂപത്തിലല്ല നമ്മൾ കാണുന്നത്, പിണറായി വിജയന്റെ മകൾ എന്ന നിലയ്ക്കാണ്. കാരണം ഈ കേസിന്റെ തുടക്കം മുതൽ അതാണ് വീണയ്ക്ക് ഈ പറഞ്ഞ പണം കിട്ടാനൊക്കെ ഇടയാക്കിയ സാഹചര്യം അതാണ്. അപ്പോൾ ശ്രീ ജയേന്ദ്രൻ, പിണറായി വിജയൻ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനം കാര്യങ്ങൾ കൂടുതൽ വ്യക്തത നൽകിക്കൊണ്ടുള്ള വാർത്താ സമ്മേളനമായിട്ട് അങ്ങ് കാണുന്നുണ്ടോ? ഇതിൽ വീണ T ഇതിൽ പ്രതികരിക്കേണ്ടതില്ല എന്ന അഭിപ്രായം അങ്ങേക്കുണ്ടോ? പിണറായി വിജയൻ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് EDയുടെ നിലപാടുകൾ, മറുപടികൾ വിചിത്രമാണ് എന്നാണല്ലോ. ഇവിടെയും അതാണല്ലോ താങ്കൾ കൊടുത്തേക്കുന്നത്. ഞാനത് വിചിത്രം എന്നുള്ളതിനപ്പുറം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പല ചാനലുകളിലും പറഞ്ഞതാണ്, ഇത് സെലക്റ്റീവ് പൊളിറ്റിക്കൽ ടാർഗറ്റിംഗ് ആണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം, നിലപാട്. ഇപ്പോഴും അതിലൊരു മാറ്റവുമില്ല. പൊളിറ്റിക്കൽ ടാർഗറ്റിംഗ് ആവുന്നത് അങ്ങനെയാണ്. ഇപ്പൊ ഇൻട്രോയിൽ സ്മൃതി തന്നെ പറഞ്ഞത് ഒരു ഭാഗം നോക്കിയാൽ മതി. 20.5 കോടി രൂപ വീണയുടേതാണ് എന്നാണല്ലോ താങ്കൾ ഇൻട്രോയിൽ പറഞ്ഞത്. ED ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരുപാട് ആക്ഷേപങ്ങൾ, വിമർശനങ്ങളല്ല, ആക്ഷേപങ്ങൾ തന്നെ, ആരോപണങ്ങൾ തന്നെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ ഒരൊറ്റ ഒരെണ്ണം പോലും ജുഡീഷ്യലി പ്രൂവൺ ഫാക്ട്സ് അല്ല. അത് ജുഡീഷ്യലി തെളിയിക്കാത്ത ഈ ആരോപണങ്ങളെ വെച്ചിട്ട് അതിനെല്ലാം വസ്തുതാപരമായി അവതരിപ്പിക്കുന്ന രീതിയാണ് താങ്കളടക്കം. ശ്രീജേന്ദ്രൻ ഒന്ന് ഇടപെട്ടോട്ടെ. ശ്രീജേന്ദ്രൻ, പിണറായി വിജയൻ ഇന്ന് പറഞ്ഞത് ഇതിൽ പറയുന്ന തുകയൊന്നും അത്ര വലിയ തുകയല്ലോ എന്നുള്ളതാണ്. ആ തുക വലുതാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ പറയുന്ന തുക പിണറായി വിജയൻ ഉദ്ധരിക്കുമ്പോൾ ആ തുക വലുതായി എനിക്ക് തോന്നി എന്ന കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത്രയും താങ്കൾ 20 കോടിയുടെ കാര്യം എടുത്താണ് പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന തുക എന്ന് പറയുമ്പോൾ ഈ വാർത്താക്കുറിപ്പാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന്റെ ആധാരം. വാർത്താക്കുറിപ്പിൽ പറയുന്ന കോടികൾ, ആ കോടിയുടെ കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. അതാണ് അദ്ദേഹവും പറഞ്ഞത്. അതായത് വലിയ തുകയായി തോന്നുന്നില്ല ശ്രീജേന്ദ്രൻ. ഞാൻ പറയുന്നത് ശരി, പക്ഷേ രണ്ടും വ്യത്യസ്ത തലത്തിലാണ് അതിന് ഇന്റർപ്രിട്ടേഷൻ എന്നുള്ളത് വ്യത്യാസമുള്ളൂ. പറയുന്ന ഒരു കാര്യം തന്നെയാണ്, പത്രക്കുറിപ്പിനെ സംബന്ധിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്
ഇത് പിന്നെ ജുഡീഷ്യലി എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ഫാക്റ്റും ഇതിനകത്തില്ല ഈ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളിൽ. അത് തെളിയിക്കപ്പെടേണ്ടത് എവിടെയാണ്? കോടതിയിലാണ്. ആ കോടതിയിൽ ഓരോരോ ആരോപണങ്ങളായിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ആരോപണങ്ങൾക്കെല്ലാം ഉണ്ടാകുന്ന ഓരോ സമയത്തും മറുപടി പറയണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്. അത് നടക്കുന്ന കാര്യമല്ല. അവരുന്നയിക്കുന്ന ഓരോ ആരോപണങ്ങൾക്കും വിശദീകരണം നൽകുകയോ പത്രക്കുറിപ്പ് ഇറക്കുകയോ അല്ലെങ്കിൽ വാർത്താ സമ്മേളനം നടത്തുകയോ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വവും ആരോപണ വിധേയയായ ആൾക്ക് ഉണ്ടാവുന്നതേ അല്ല. അത് ലീഗലി നോക്കിയാലും അങ്ങനെ ഒരു വക്കീലും അങ്ങനെ അഡ്വൈസ് ചെയ്യില്ല നിങ്ങൾ പോയി മറുപടി പറയണമെന്ന്. സ്വാഭാവികം അത് തന്നെയാണ് അവിടെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനും അങ്ങനെ മറുപടി പറയണം എന്നൊരിക്കലും പറയാത്ത ആളാണ്. അതേസമയം പിണറായി വിജയൻ ഇപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായി, ഇന്ന് പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. ആ സ്വാതന്ത്ര്യം അദ്ദേഹം ഭംഗിയായിട്ട് വിനിയോഗിക്കുന്നുമുണ്ട്. അതാണല്ലോ അവിടുത്തെ കാര്യം. പിന്നെ മറ്റു കാര്യങ്ങൾ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടല്ലോ. ആ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഇനിയിപ്പോ റിയാസിലേക്കാണോ പോകുന്നത്? കൊണ്ടുചെന്ന് കെട്ടട്ടെന്നേ, അങ്ങനെ പറ്റുമെങ്കിൽ അത് നോക്കട്ടെ, അറിയാമല്ലോ നമുക്ക് എന്താണെന്നുള്ളത്. ഇപ്പോ ഈ 182 കോടി രൂപയുടെയാണ് 15 വർഷത്തെ അഴിമതി എന്ന് ഇഡിയുടെ പ്രസ് റിലീസ് പറയുന്നു. ഈ 2.78 കോടി രൂപ കഴിച്ചു കഴിഞ്ഞാൽ 182 കോടിയിലുള്ളത് എവിടേക്കൊക്കെയാണ് അന്വേഷണം പോകുന്നത്? ആരിലേക്കൊക്കെയാണ് പോകുന്നത്? ഇനി 20.5 കോടി രൂപ അതും ഇവർ വീണയ്ക്ക് കൊടുത്തു എന്നുള്ളതാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇവർ അത് ശ്രമിക്കട്ടെ. അത് അങ്ങനെ ശ്രമിക്കാനായിരിക്കുമല്ലോ ഈ പത്രക്കുറിപ്പിൽ തന്നെ 20.5 കോടിയുടെ കാര്യം പറയുന്നത്. പിന്നെ 85 ലക്ഷം രൂപയുടെ ഹവാല പണം. ആരാണ് സെൻഡർ? ആരാണ് റെസിപ്പിയന്റ്? ഇത്തരം പ്രശ്നങ്ങളൊക്കെ അവിടെ ഒരു വ്യക്തതയില്ലാതെ നിൽക്കുകയാണല്ലോ. ശ്രീ ജയേന്ദ്രൻ, അവിടെയാണ് ഞാൻ കഴിഞ്ഞ ദിവസവും അങ്ങോട്ട് ചോദിച്ചു. വാർത്താക്കുറിപ്പിൽ മുഴുവൻ കാര്യങ്ങളും, അതായത് കുറ്റപത്രത്തിൽ പറയേണ്ട കാര്യങ്ങൾ മുഴുവൻ ഈ വാർത്താക്കുറിപ്പിൽ എഴുതി വെക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങീ പറഞ്ഞ 182 കോടി, ആ 182 കോടിയുമായി ബന്ധപ്പെട്ട അന്വേഷണമില്ല എന്നല്ല, അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയല്ലേ ഈ വാർത്താക്കുറിപ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലാദ്യം വീണയിലേക്ക് പോയി എന്നതാണോ അങ്ങേ വിഷമിപ്പിക്കുന്നത്? ആദ്യം വീണയിലേക്ക് പോകുന്ന വീണയുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ലഭിച്ച സംഭാവനയുമായി ബന്ധപ്പെട്ടല്ല, രാഷ്ട്രീയ നേതാവിന്റെ മകൾക്ക് കിട്ടിയിരുന്ന മാസപ്പടി എന്ന് വിശേഷിപ്പിക്കുന്ന രൂപത്തിൽ ഓരോ മാസവും കിട്ടിക്കൊണ്ടിരുന്ന തുക അല്ലെ, അത് അവരുടെ കമ്പനിക്കും അവർക്കും. അവർ ഈ 2 കാര്യങ്ങളും സമ്മതിച്ചു എന്ന കാര്യം അടക്കമാണ് നേരത്തെ പറഞ്ഞു വരുന്നത്. അല്ലെങ്കിൽ അത് നിഷേധിക്കട്ടെ, അത് നിഷേധിച്ചിട്ടില്ലല്ലോ. അല്ല, ഇത് എനിക്ക് ഒരു സാക്ഷ്യവും ഇല്ലാന്നേ. സ്മൃതി ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇതല്ല, വേറെ ഉദാഹരണം പറയാം. മിനിഞ്ഞാന്ന് ഇത് 18-ാം തീയതി നടന്നൊരു ഉദാഹരണമാണ്. രാവിലെ ഒരു 11:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ചാനലുകളിൽ പിന്നെ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വരികയാണ്. ബ്രേക്കിംഗ് ന്യൂസ് ആണ്, അതിനകത്ത് ഒരു ബ്രേക്കിംഗും ഇല്ല. കാര്യം കോടതിയിൽ നിന്ന് വന്ന വിവരമാണ്, അതാണ് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കുന്നത്. എന്താണെന്ന് അറിയാമോ? അഗസ്റ്റിൻ സഹോദരന്മാർക്ക് വൻ തിരിച്ചടി. ഇതാണ് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കുന്നത്. എന്താണ് സംഭവം? പിന്നെ അവിടെ ഈ വിചാരണ കോടതിയിൽ ഈ കേസ് തുടരുന്നത് തടയണം എന്ന് ഹൈക്കോടതിയോട് പറഞ്ഞു. അപ്പൊ ഹൈക്കോടതി എന്ത് പറഞ്ഞു? നിങ്ങൾ വിചാരണ കോടതിയിൽ പോയി പറയുക, ഇവിടെ അല്ല അത് പറയേണ്ടത്. അതുകൊണ്ട് ഇവിടെ അത് തീർപ്പാക്കുകയാണ്, നിങ്ങൾ വിചാരണ കോടതിയിൽ പോയി പറഞ്ഞോളൂ. ഒരു മാധ്യമം അങ്ങനെ കൊടുത്തില്ല. റിപ്പോർട്ടർ സ്വാഭാവികമായിട്ട് പറയാൻ പറ്റില്ല, നമുക്കറിയാം, അതിന് ആ തർക്കമില്ല. പക്ഷെ ഒരു മാധ്യമം അത് പറയുന്നില്ല. വസ്തുത എന്താണ് എന്നുള്ളത് ഒരു മാധ്യമത്തിനും താല്പര്യമില്ല പറയാൻ. ശരി, അത് മറ്റൊരു വിഷയവും മറ്റൊരു കേസുമാണ്. നമുക്ക് അങ്ങ് അത് ഉദാഹരിക്കുന്നത്, അങ്ങ് ഇപ്പോൾ ഉദാഹരിക്കുന്നത് ബുദ്ധിപൂർവ്വം ഉദാഹരിച്ചാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മുഴുവൻ പറഞ്ഞോട്ടെ സ്മൃതി. ശരി, ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് പറയുകയാണ്. അവരവർക്ക് താല്പര്യമുള്ള രീതിയിൽ ഇതെങ്ങനെയും വ്യാഖ്യാനിക്കാം, വളച്ചൊടിക്കാം. ശരി, അങ്ങ് എന്നാൽ ഈ വാർത്ത നമുക്ക് നോക്കൂ. നമുക്ക് ഇ.ഡി. എല്ലാ തരത്തിലും, ഇ.ഡി. എല്ലാ ഘട്ടത്തിലും ശരിയാണ് എന്നുള്ള അഭിപ്രായമൊന്നും നമുക്കില്ല. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട് എന്ന യാഥാർത്ഥ്യമുണ്ട്. അത് നിഷേധിക്കാൻ ഇതുവരെ ഈ പറയുന്ന ആരോപണ വിധേയക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന വിവരങ്ങൾ എന്നുള്ളത് അതുകൊണ്ടാണ്. ഇത് ഇപ്പോൾ വാർത്താക്കുറിപ്പല്ലായിരുന്നുവെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്തിൽ ഇവിടെ കഥകൾ മെനഞ്ഞു എന്നതുപോലെ ഇത് കഥയായി വ്യാഖ്യാനിക്കപ്പെടുമായിരുന്നു. ഇത് കഥയല്ലാതെ വാർത്താക്കുറിപ്പായി വന്നപ്പോൾ വാർത്താക്കുറിപ്പ് നടാടെയാണ് എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്നു. അതാണ് പ്രശ്നം. ഞാൻ ശ്രീ രാജു പി നായരിലേക്ക് എത്താം, ഇടവേളയ്ക്ക് ശേഷം വരാം. അടുത്ത ഘട്ടത്തിലേക്ക് വരാം. മടങ്ങിയെത്താം. ശ്രീ രാജു പി നായർ, ഈ കേസ് ഇപ്പോൾ നേരത്തേതിൽ നിന്നും വലുതാവുകയാണ് എന്നുള്ളതാണ് CPM-ന്റെ വിലയിരുത്തൽ. അങ്ങനെ വലുതാക്കുന്നതിൽ ED കോൺഗ്രസ് ബന്ധം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന രൂപത്തിൽ കൂടി വ്യാഖ്യാനിക്കുന്നുണ്ട് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി. മുഹമ്മദ് റിയാസിലേക്ക് കൂടി അന്വേഷണം എത്തുന്നതിനെ കോൺഗ്രസ് എങ്ങനെ കാണുന്നു? അല്ല സ്മൃതി, ഒന്ന് അങ്ങ് ചോദിച്ചത്, നേരത്തെ ശ്രീ ജയേന്ദ്രനോട് ഉൾപ്പെടെ ചോദിച്ചത്, ഇതിനകത്ത് വ്യക്തത വരുന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തത വേണ്ടത് ആർക്കാണ്? നമ്മൾ 3 വർഷമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്ത് സേവനമാണ്
ഈ പറയുന്ന CMRLന് വീണ വിജയൻ നൽകിയത് എന്നുള്ള ചോദ്യം ഇതുവരെ ആ ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടുണ്ടോ? ജയേന്ദ്രൻ മാഷ് പറയുകയാണ് വീണ വിജയൻ അങ്ങനെ വന്ന് പത്രക്കുറിപ്പൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, എല്ലാ പ്രാവശ്യവും വന്ന് പത്രക്കുറിപ്പ് കൊടുക്കേണ്ട കാര്യമില്ല, പത്രസമ്മേളനം നടത്തേണ്ട കാര്യമില്ല. ജയേന്ദ്രൻ ഒരു പ്രാവശ്യമെങ്കിലും ഈ വീണ തൈക്കണ്ടി ജനങ്ങളുടെ മുൻപിൽ വന്ന് മുഖ്യമന്ത്രിയുടെ മകളാണല്ലോ, ആരോപണങ്ങളെല്ലാം മുഖ്യമന്ത്രിയെ മാത്രമല്ല ആ പാർട്ടിയെയും ആ സർക്കാരിനെയും ഏറ്റവും അധികം ബാധിച്ചതല്ലേ, ഒരു പ്രാവശ്യമെങ്കിലും വീണ വിജയൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് ഞാൻ കൊടുത്ത സേവനം ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ പറയാൻ സാധിച്ചിട്ടില്ലല്ലോ. അപ്പോൾ വ്യക്തത വരേണ്ടത് ഏറ്റവും ആദ്യം വീണ വിജയൻ ഈ എക്സാലോജിക് കമ്പനിയിലൂടെ CMRLന് കൊടുത്ത സേവനം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം വരേണ്ടത്. പിന്നെ എന്താ വ്യക്തത? നോക്കൂ, ഇന്ന് നുണകളുടെ ഒരു 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 ഘോഷയാത്ര പോലെ ഇന്ന് പിണറായി വിജയന്റെ പത്രസമ്മേളനം നടക്കുകയാണ്. ലോകത്തുള്ള മറ്റെല്ലാവരെയും പ്രതിപക്ഷ മുഖ്യമന്ത്രിയെ പ്രത്യേകിച്ചും നുണയനാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ഒരു സംവിധാനം തന്നെ പ്രവർത്തിക്കുകയാണ്. ആ സംവിധാനത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ആളാണ് ഇന്ന് പത്രസമ്മേളനം നടത്തിയത്. ഞാൻ വിശദമായിട്ടൊന്നും പോകുന്നില്ല, പക്ഷെ സപ്ലൈകോ ഉൾപ്പെടെ ഓണത്തിലെ ഇടപെടൽ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന അരി ഉൾപ്പെടെ പെരും നുണകൾ ഇന്ന് ആ പെരും നുണയൻ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. മറ്റുള്ളവരെ നുണയൻ എന്ന് വിളിക്കുന്നവൻ നുണ പറയുമ്പോൾ പെരും നുണയൻ എന്ന് നമുക്ക് വിളിക്കാമല്ലോ, അത് അൺപാർലമെന്ററി അല്ല. അങ്ങനെ ഒരു പെരും നുണയൻ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കൂ ഈ നുണകൾ എവിടെയൊക്കെയാണെന്ന്. സ്മൃതിക്ക് ഓർമ്മയുണ്ടല്ലോ, ഈ വിഷയം നിയമസഭയിൽ വന്നപ്പോൾ ഇന്നും കൈ ഉയർത്തി പറഞ്ഞ പോലെ അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞല്ലോ, കൈ ഉയർത്തിക്കൊണ്ട് ഈ കൈകൾ ശുദ്ധമാണ്. അന്ന് എക്സാലോജിക് കമ്പനിയുടെ പേര് മാത്രമല്ല അദ്ദേഹം പറഞ്ഞുള്ളൂ. മകള് അമ്മയുടെ പെൻഷൻ പൈസ കൊണ്ട് മേടിച്ചുണ്ടാക്കിയ ഒരു കമ്പനി എക്സാലോജിക്കിന്റെ മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ഈ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നുള്ളൊരു കമ്പനിയെ കുറിച്ച് അന്ന് ആ പെരും നുണയൻ കൈ ഉയർത്തി പറഞ്ഞപ്പോ പറഞ്ഞില്ലല്ലോ സ്മൃതി. പെരുന്നുണയൻ എന്നുള്ള പ്രയോഗം ശരിയല്ല, രാഷ്ട്രീയമായി തന്നെ ശരിയായ പ്രയോഗമല്ല എന്ന് നിങ്ങൾ കരുതുമ്പോൾ അത് തന്നെ നിങ്ങൾ തിരിച്ചു എനിക്ക് കൃത്യമായിട്ട് സ്മൃതി എനിക്ക് കൃത്യമായിട്ട് അറിയാം അത് ശരിയല്ല എന്നറിയാം. പക്ഷേ ചർച്ചകളും ഇന്ന് രാഷ്ട്രീയ ഇതെല്ലാം ഡൈനാമിക്കാണ്. ശിവൻകുട്ടി മുതൽ പി രാജീവ് മുതൽ MP രാജേഷ് മുതൽ സ്വരാജ് മുതൽ ഇങ്ങോട്ടേക്കുള്ള CPMന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ മുഴുവൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി നുണയനാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ചർച്ച ഡൈനാമിക്കായിട്ട് മാറുമ്പോൾ ആ നുണ പറയുന്ന നുണയനെ പെരുന്നുണയെന്നല്ലാതെ മറ്റൊന്ന് വിളിക്കാൻ എന്റെ ഡിക്ഷണറിയിലില്ല. അതുകൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പ്രതിപക്ഷ നേതാവായിരുന്ന ഒരാളെ പെരുന്നുണയൻ എന്ന് വിളിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആ പെരുന്നുണ പറയുന്നത് ചൂണ്ടിക്കാണിക്കണ്ടേ ഈ രാഷ്ട്രീയത്തിന്റെ ഡൈനാമിക്സിൽ? നോക്കൂ, അദ്ദേഹം അതിനുശേഷം റെയ്ഡ് നടന്നപ്പോൾ നിങ്ങൾ മാധ്യമങ്ങളെല്ലാം കൂടി റിപ്പോർട്ട് ചെയ്തു ഏതാണ്ട് 142 അക്കൗണ്ടുകൾ മരവിപ്പിച്ചു ഇല്ലേ? 142ഓളം അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിനുശേഷം നടത്തിയൊരു പത്രസമ്മേളനത്തിൽ ഈ പെരുന്നുണയൻ വന്നിരുന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തെറ്റായിട്ട് റിപ്പോർട്ട് ചെയ്യാണ്, 142 അക്കൗണ്ട് ഒന്നും ചെയ്തിട്ടില്ല, ആകെ കൂടി വീണ വിജയന്റെ പേരുള്ള ഒരു അക്കൗണ്ടാണ് മാത്രമാണ് മരവിപ്പിച്ചത്. സ്മൃതിയുടെ കയ്യിൽ അതിന്റെ ബൈറ്റ് ഉണ്ടാവുമല്ലോ, ഒന്ന് കേൾപ്പിച്ചു കൊടുക്കണം ചെയ്തതെന്ന്. ഒരു അക്കൗണ്ട് മാത്രമാണ് മരവിപ്പിച്ചത്. അപ്പോൾ അന്ന് വന്നിട്ട് ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞത് ലേക്കർ ഇന്ത്യയുടെ 15 ലക്ഷത്തോളം വരുന്ന തുക മരവിപ്പിച്ചത് അതേ EDയുടെ അതേ നടപടിയിലല്ലേ? അപ്പൊ ഈ പെരുന്നുണയൻ വന്നിരുന്നിട്ട് പിന്നെയും പറഞ്ഞത് എന്റെ മകളുടെ പേരിലുള്ള ഒരു അക്കൗണ്ട് മാത്രമാണ് മരവിപ്പിച്ചതെന്നല്ലേ ഈ സമൂഹത്തോട്? അപ്പോൾ ഈ പെരുന്നുണയൻ ഇന്ന് വീണ്ടും വന്നിരുന്നു പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് എന്താ ഇപ്പൊ ജയചന്ദ്രൻ ഉൾപ്പെടെ എന്താ ഈ പത്രക്കുറിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കൂ, പത്രക്കുറിപ്പിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പത്രക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് EDയുടെ റെയ്ഡിൽ നിന്ന് ഒരു ക്രൈം നടന്നിട്ടുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട്. ഒരു ക്രൈം നടന്നിട്ടുണ്ട്, 85 ലക്ഷം രൂപ പുറത്തേക്ക് അയച്ചിട്ടുണ്ട്. അത് ട്രാൻസാക്ഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കുമല്ലോ പറയുന്നത്. അപ്പൊ മറ്റു വിഷയങ്ങളെല്ലാം ഉൾപ്പെടെ ഒരു ഹവാല ഉൾപ്പെടെ ക്രൈം നടന്നിട്ടുണ്ട്. ഒരു ക്രൈം നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇവരെന്തിനാ അസ്വസ്ഥരാകുന്നത്? ആ ക്രൈമിലുള്ള അന്വേഷണമല്ലേ നടക്കേണ്ടത്? ക്രൈമിലുള്ള അന്വേഷണം നടന്ന് കോടതിയിലേക്ക് കുറ്റപത്രം കൊടുക്കുമ്പോഴല്ലേ മറ്റു കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ഏതെങ്കിലും അന്വേഷണ ഏജൻസി ആദ്യം തന്നെ വന്നിട്ട് ഈ പോയിരിക്കുന്ന റൂട്ട് ഇതിന്റെ മുഴുവൻ കാര്യങ്ങളും കുറ്റപത്രം പോലെ കൊടുക്കില്ലല്ലോ. അപ്പൊ ഇത് വെറുതെ ഒരു പുകമറ ഉണ്ടാക്കി വേണ്ടി ഇത് ചെയ്യാൻ നോക്കുകയാണ്. ഇത് നോക്കൂ, ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിയ ഒരു കമ്പനി. ആ കമ്പനിയുടെ ബോർഡ് കണ്ടല്ലോ, ഒരു 4 ദിവസം പോലും പഴക്കമില്ലാത്ത ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് വെച്ചിരിക്കുന്ന ഒരു പേപ്പറിന്റെ പ്രിന്റ് ഔട്ടാണ് അതിന് ഉള്ള ഒരു ബോർഡ്. ഇപ്പൊ ഇന്ന് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു, അതിന്റെ GST നമ്പർ കൊടുത്തിരിക്കുന്ന പോലും തെറ്റാണ്. വ്യാജമായിട്ടുള്ള ഒരു GST നമ്പറാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നതെന്ന് വ്യക്തമാവും. ഇപ്പൊ ഇതിന് കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പേര് ഞാൻ അനീസ് എന്നങ്ങ് ഡോക്ടർ അനീസ് എന്നാണ് അദ്ദേഹത്തിന്റെ ഈ പാർട്ട്ണറുടെ പേരുള്ള പേരെന്ന് പറയുന്നു.
ആ പാർട്ട്ണർ ഇന്ന് പുറത്തു വന്ന് പറഞ്ഞിരിക്കുന്നു ഞാനും വീണ വിജയനും കൂടി പാർട്ട്ണർഷിപ്പിലാണ് എന്ന് പറയുന്നു. ഇത് സത്യമാണല്ലോ. അപ്പൊ വീണ വിജയൻ ലേക്കർ ഇന്ത്യ കോർപ്പറേഷനിൽ ഒരു എന്താ പറയുക പങ്കാളിത്തമുള്ള ഒരു പാർട്ട്ണർ എന്ന് അനീസ് പറഞ്ഞല്ലോ. ഇനി നോക്കൂ, മറ്റൊരു കള്ളത്തരം നോക്കൂ. അനീസിന്റെ വാടക കരാറിൽ ഡോക്ടർ അനീസിന്റെ മാത്രം പേരേ ഉള്ളൂ ഇല്ലേ? സ്മൃതി ഒന്ന് ആലോചിച്ച് നോക്കൂ. കോഴിക്കോട് ഒരു ലോക്കൽ ബോഡി രജിസ്ട്രേഷനും ഇവരെടുത്തിട്ടില്ല. ഇനി GST കിട്ടിയിട്ടെന്ന് പറയുന്നു. GST കിട്ടണമെങ്കിൽ ആ സ്ഥാപനം പ്രവർത്തിക്കുന്ന സ്ഥലത്തെ വാടക ചീട്ട് കൊടുക്കണ്ടേ? വാടക ചീട്ട് കൊടുക്കുമ്പോൾ ഡോക്ടർ അനീസിന്റെ പേരിൽ മാത്രമുള്ള ഒരു വാടക ചീട്ട് വെച്ചുകൊണ്ട് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നൊരു കമ്പനിക്ക് GST രജിസ്ട്രേഷൻ കിട്ടുമോ? GST രജിസ്ട്രേഷൻ കിട്ടില്ലല്ലോ. അപ്പൊ നോക്കൂ, അടിമുടി ദുരൂഹതയാണ്. ഈ കള്ള കമ്പനി കടലാസ് കമ്പനി ഉണ്ടാക്കി ആ കടലാസ് കമ്പനിയുടെ നേതൃത്വത്തിലാണ് ഈ ഹവാല നടത്തിയിട്ടുള്ളത് എന്ന് ED ഒരു ക്രൈമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ നടപടികൾ മുഴുവൻ അത് ഇവർ തന്നെയാണ് ചെയ്തതെന്ന് സാധൂകരിക്കുകയാണ്. എങ്ങനെയാണ് കോഴിക്കോട് കോർപ്പറേഷനകത്ത് അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ ബോഡിയുടെ രജിസ്ട്രേഷൻ ഇല്ലാതെ ആ കമ്പനി എങ്ങനെ അവിടെ രജിസ്റ്റർ ചെയ്തു, പ്രവർത്തിച്ചു? 2, ആ കമ്പനിയുടെ പേരിൽ GST എടുക്കുമ്പോൾ ആ GSTയിൽ കൃത്യമായിട്ട് അവിടുത്തെ വാടക കരാർ കൊടുക്കണം. വാടകയ്ക്കുള്ള സ്ഥലമാണെങ്കിൽ ഈ ഡോക്ടർ അനീസിന്റെ പേരിൽ മാത്രമുള്ള ഒരു വാടക കരാർ വെച്ചുകൊണ്ട് എങ്ങനെ GST രജിസ്ട്രേഷൻ എടുക്കാൻ സാധിച്ചു? അപ്പൊ ഇതെല്ലാം തട്ടിപ്പ് ആണെന്നുള്ളത് ഇവർ സ്വയം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവർ സ്വയം പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തട്ടിപ്പാണെന്നുള്ളത്. ഇതിനൊന്നും വ്യക്തതയില്ല എന്ന് മാത്രം. വ്യക്തതയില്ലാത്തതല്ല, ഈ കള്ളം മുഴുവൻ ജനങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അച്ഛൻ, പെരുന്നുണയനായ അച്ഛൻ, ഇങ്ങനെ വന്നിരുന്ന് മകൾക്ക് വേണ്ടി വാദിക്കേണ്ട അവസ്ഥ. കാരണം ഇത് മകളുടെ മാത്രം പ്രശ്നമല്ല, ഇപ്പോൾ റിയാസിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഈ തകിടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം പാർട്ടി അവൈലബിൾ സെക്രട്ടേറിയറ്റ് കൂടി പ്രതിരോധിക്കാൻ തീരുമാനിച്ചു. പിന്നെ ഇല്ല, ഇത് 2 വ്യക്തികൾ തമ്മിലുള്ള റിയാസിന്റെ സുഹൃത്തുക്കളുടെ പേരുകൾ ഈ വീണ T എഴുതി വെച്ച കുറിപ്പുകളിൽ നിന്നും EDക്ക് കിട്ടിയിരിക്കുന്നു എന്നാണ് ED വാർത്താക്കുറിപ്പിൽ പറയുന്നത്. പക്ഷെ റിയാസുമായി നേരിട്ട് കണക്ട് ചെയ്യാവുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ റിയാസിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നു എന്നടക്കമുള്ള വിവരങ്ങളൊന്നും EDക്ക് മുന്നിലില്ല. അതുകൂടി ഇന്ന് CPM പറഞ്ഞു. അപ്പോൾ റിയാസിനെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നു എന്ന രൂപത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. അല്ല, നമ്മൾ ആരെങ്കിലും റിയാസിനെ വലിച്ചഴച്ചോ? നമ്മൾ ആരെങ്കിലും റിയാസിനെ വലിച്ചഴച്ചോ? റിയാസും വീണയും കൂടിയാണ് ഈ സിം കാർഡ് എടുത്തിട്ടുള്ളത് നന്ദുലാൽ പറഞ്ഞു എന്നുള്ളതാണ് പുറത്തു വന്ന വാർത്ത അല്ലേ? റിയാസും വീണ വിജയനും കൂടിയാണ് ഈ സിം കാർഡ് ഉപയോഗിച്ചത് എന്ന് നന്ദുലാൽ പറഞ്ഞതായിട്ടാണ് വാർത്ത. ED പത്രക്കുറിപ്പിൽ പറയുന്നത് ഈ സിം കാർഡ് വെച്ച് ഇന്റർനാഷണൽ കോളുകൾ, റൂട്ടർ കോളുകൾ വിളിച്ച് അതിലൂടെയാണ് ഹവാല ഇടപാട് നടത്തിയിട്ടുള്ളതാണ്. അപ്പോ റിയാസ് സംശയത്തിന്റെ നിഴലിലാണ്. ഇനി റിയാസിനകത്ത് പങ്കാളിത്തമുണ്ട് അല്ലെങ്കിൽ വീണ വിജയൻ റിയാസ് അറിയാതെ നടത്തിയ കച്ചവടമാണോ എന്നുള്ളത് തെളിയട്ടെ. തെളിയുമ്പോൾ പറയാം. റിയാസിനെ എന്തായാലും കുറ്റക്കാരനായിട്ട് ഞങ്ങളാരും സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ റിയാസിന്റെ ഇടപെടൽ ദുരൂഹമാണ്. റിയാസ് എങ്ങനെയാണ് ഈ നന്ദുലാലിനെ കൊണ്ട് അല്ലെങ്കിൽ റിയാസിന്റെ മുഴുവൻ സുഹൃത്ത് വലയങ്ങൾ കൊണ്ട് വീണ വിജയൻ ഇങ്ങനത്തെ ഒരു എക്കോസിസ്റ്റം എങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് റിയാസ് വിശദീകരിക്കേണ്ടി വരും. അത് ഇപ്പൊ ഭാര്യ ചെയ്ത് കഴിഞ്ഞാൽ ഭർത്താവിനെ കുറ്റവാളിയാക്കണം എന്നൊന്നും ഞങ്ങൾക്കില്ല. ഭാര്യ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ മകൾ ചെയ്ത അച്ഛനെ കുറ്റവാളിയാക്കണം എന്നുമില്ല. പക്ഷെ അച്ഛനും മരുമകനും പറയേണ്ട കാര്യങ്ങൾ പറയുന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ അവ്യക്തതകൾ ഉണ്ടാക്കുകയും നുണകൾ പ്രചരിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ്. അത്ര ശരി. ഞാൻ ശ്രീ ജോസഫ് സി മാത്യുവിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ജോസഫ് സി മാത്യു, 2 തരം കാര്യങ്ങളാണല്ലോ ഇപ്പോൾ ഈ വീണ ടിയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ് അവിടെ നിലനിൽക്കുന്നു. പക്ഷേ അപ്പോൾ തന്നെ EDയുമായി ബന്ധപ്പെട്ട് ED എങ്ങനെയാണ് രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. രാഷ്ട്രീയമായി ഒരു ആയുധമായി തന്നെയാണ് ED ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ പിണറായി വിജയന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലുണ്ട് അത് വീണ ടിയിൽ നിന്നും വീണയുടെ ഭർത്താവിലേക്ക് പോകുന്നു, മുഹമ്മദ് റിയാസിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ആത്യന്തികമായി പിണറായി വിജയനിലേക്ക് തന്നെയാണ് ലക്ഷ്യമിടുന്നതെന്ന് പറയുകയാണ്. ഈ ഒരു നീക്കമായി അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ മറിച്ച് പറയാൻ എന്തെങ്കിലും വാദങ്ങൾ നമ്മുടെ മുന്നിലുണ്ടോ? ഇപ്പോൾ EDയുമായി ബന്ധപ്പെട്ട് എത്രത്തോളം കേസുകൾ, കൺവിക്ഷൻ റേറ്റ് ഒക്കെ എപ്പോഴും CPM ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അല്ല സ്മൃതി, ED ഒരു അന്വേഷണ ഏജൻസി എന്നുള്ള രീതിയിൽ ED ഉപയോഗിക്കപ്പെടുന്ന രീതി, അതിനെക്കുറിച്ചൊന്നും യാതൊരു സംശയവുമില്ല. കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പ്രതിയോഗികളെ വരുതിയിലാക്കാനോ ഇല്ലാതാക്കാനോ ഒക്കെ വേണ്ടി EDയെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മുടെ സമീപകാല ചരിത്രമാണ്. അതിന് ഏറ്റവും ഉപോത്ബലകമായിട്ടുള്ളത് PMLA ആക്റ്റാണ്. അത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു ആക്റ്റാണ്. മറ്റു പല നിയമങ്ങളിലും നേരത്തെ നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലെ പ്രതിസ്ഥാനത്തുള്ളവർ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നിടം വരെ നിരപരാധികളാണെങ്കിൽ
ഇത്തരം നിയമങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ഇവർ പ്രതികളാണ്, ഇവർ കുറ്റക്കാരാണെന്ന ഒരു അനുമാനത്തിലാണ് നീങ്ങുന്നത്. ഇതിന്റെ ഒരു നിരപരാധിത്വം തെളിയിക്കേണ്ട ഒരു ബാധ്യത ഈ പൗരന്മാരിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സാധാരണക്കാരായിട്ടുള്ള പലർക്കും അതിനൊട്ടും കഴിയുന്നില്ല. രാഷ്ട്രീയക്കാരായിട്ടുള്ളവർക്ക് ഊറുമാറിയൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് PMLA ആക്ട് നിലനിൽക്കുന്ന രീതി, അതിന് കൊടുത്തിരിക്കുന്ന അധിക ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പല അധികാരങ്ങൾ, അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കേന്ദ്ര സർക്കാർ എക്സിക്യൂട്ടീവ് അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതും തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടതാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തെ എല്ലാ അന്വേഷണ ഏജൻസികളും ഇതുപോലെ കൂട്ടിലടയ്ക്കപ്പെട്ട തത്തകളാണ്. അതാത് ഭരണാധികാരികൾക്ക് അനുസൃതമായിട്ട് അങ്ങനെ ഉപയോഗിക്കപ്പെടുകയാണ്. ഇത് നമുക്കിവിടെ പോലീസിന്റെ കാര്യത്തിലും ഒക്കെ നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ പിണറായിയുടെ പോലീസെന്നും ചെന്നിത്തലയുടെ പോലീസെന്നും ഒക്കെ നമ്മൾ വിളിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കപ്പെടേണ്ട എന്നൊരു സമീപനം നമുക്ക് എടുക്കാൻ കഴിയില്ല. നമുക്ക് ഒരു അന്വേഷണ സംവിധാനത്തെ മെച്ചപ്പെടുത്തണം എന്ന് പറയാം, പക്ഷെ അതുവരെ ഇത് അന്വേഷിക്കുകയേ വേണ്ട എന്ന് പറയാൻ നമുക്ക് കഴിയില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. നേരത്തെ ഇവിടെ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ജുഡീഷ്യലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഈ ചർച്ച. അത് ശരിയാണ്. ഒരു പൗരൻ എന്നുള്ള രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ജുഡീഷ്യറിയിൽ അത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നിടം വരെ അവർ നിരപരാധികളാണ് എന്നുള്ള അനുമാനത്തിൽ മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ട്. എല്ലാം പൊതുജനങ്ങളോട് വിളിച്ചു പറയണമെന്ന് നമുക്ക് ശഠിക്കാനും കഴിയില്ല. പക്ഷേ നമ്മുടെ പ്രതിനിധികളായി വരുന്ന, പ്രത്യേകിച്ച് ഭരണാധികാരികളായി വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചർച്ചകൾ മാറ്റിവെക്കാൻ കഴിയില്ല. അങ്ങനെ വെച്ചിട്ടില്ല. നമ്മൾ ബോഫോസ് ആയാലും ശവപ്പെട്ടി കുംഭകോണം ആയാലും എല്ലാം നമ്മൾ ചർച്ച ചെയ്തത് ജുഡീഷ്യറി തെളിയിച്ചു കഴിഞ്ഞിട്ടല്ല ചർച്ച ചെയ്തത്. അങ്ങനെ ചർച്ച ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചർച്ച ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ചരിത്ര വിദ്യാർത്ഥികളായിട്ട് 20 വർഷം മുമ്പ് കഴിഞ്ഞു പോയ അയ്യോ അങ്ങനെ ആയിരുന്നോ എന്ന് പിന്നീട് പറയണം. അങ്ങനെ ഒരു സമൂഹത്തിന് തീരുമാനമെടുക്കുകയും അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുകയും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ സീസറിന്റെ ഭാര്യയും സംശയത്തിന് അതീതമായിരിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സ്മൃതി പറഞ്ഞതുപോലെ ഇത് പിണറായി വിജയനിലേക്ക് എത്തിപ്പെടും എന്നല്ല, പിണറായി വിജയനിലേക്ക് തന്നെയാണ് എത്തിപ്പെട്ട് നിൽക്കുന്നത്. നിങ്ങൾ നേരത്തെ ഇവിടെ പലരെ, ശ്രീ രാജു പി നായരും ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവരെന്തെങ്കിലും സേവനം നൽകിയതായിട്ട് ഇവർക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. നമ്മൾ ആ കാര്യത്തിൽ ഇനി ചർച്ച വേണ്ട. സേവനം നൽകിയിട്ടില്ല എന്നുള്ള കാര്യം ശ്രീ ശശിധരൻ കർത്തയും പറഞ്ഞിട്ടുണ്ട്, വീണ ടിയും പറഞ്ഞിട്ടുണ്ട്, എക്സാലോജിക്കും പറഞ്ഞിട്ടുണ്ട്. അത് ഡിജിറ്റലി പ്രൂവ് ചെയ്യാവുന്ന കാര്യമാണ്. അന്വേഷണ ഏജൻസികൾ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ കോടതിയിൽ ഹാജരായ ഇവരതിനെ കൗണ്ടർ ചെയ്തിട്ടുമില്ല. അപ്പൊ ഇത് ഡിജിറ്റലി തെളിയിക്കാവുന്ന കാര്യമാണ്. ഒരു സേവനവും കൊടുക്കാതെയാണ് ഈ 2.78 കോടി കൈപ്പറ്റിയിരിക്കുന്നത്. അതിനുള്ള പുതിയ ന്യായീകരണമാണ് ഇപ്പൊ ഇൻഷുറൻസിന് പ്രീമിയം കൊടുത്തു, നിങ്ങൾക്ക് അപകടം ഉണ്ടായില്ല, അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി പൈസ തിരിച്ചു തരുമോ? രാഷ്ട്രീയ വിശദീകരണത്തെ യോഗത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. AMC എടുത്തു, നിങ്ങളുടെ മെഷീൻ കേടായില്ല, നിങ്ങൾ പൈസ തിരിച്ചു കൊടുക്കുമോ? ഇങ്ങനത്തെ ന്യായങ്ങൾ നിരത്തിക്കൊണ്ട് ഈ തുക കൈപ്പറ്റിയതിനെ ന്യായീകരിക്കാനാണ് ഇപ്പോഴത്തെ പുതിയ ശ്രമം. അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നത്, CPM നമ്മളെ പഠിപ്പിച്ച രാഷ്ട്രീയ നൈതികത വെച്ച് പരിശോധിച്ചാൽ ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ CMRL എന്ന് പറയുന്ന ഈ കരിമണൽ കമ്പനിയിൽ നിന്ന് ഒരു കോൺട്രാക്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന നേതാവിന്റെ മകൾ നേടിയത് തന്നെ, പിന്നീട് സേവനം കൊടുത്താൽ പോലും നേടിയത് തന്നെ രാഷ്ട്രീയ അഴിമതിയാണ്. അവിടെ ഒരു സേവനവും ഇല്ലാതെ, സേവനത്തിനുള്ള ഒരു അറ്റംപ്റ്റ് പോലും ഇല്ലാതെ, അത് ചെയ്ത് പരാജയപ്പെട്ടതല്ല, ഒന്നും അതിന് ശ്രമിച്ചിട്ട് പോലുമില്ല. ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന നിരവധി പേരുടെ മൊഴികൾ അവിടെ കൊടുത്ത ഇതിലുണ്ട്. അവരുടെ ബയോഡാറ്റകൾ പൊതു ഡൊമൈനിൽ അവൈലബിൾ ആണ്. അങ്ങനെ ഒരു സ്ഥാപനത്തിന് വേണ്ടി ഒരു പണിയും ചെയ്തിട്ടില്ല. എന്നിട്ട് ഈ 2.78 കോടി രൂപ അവര് മാസം തോറും കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് മാസപ്പടി എന്ന് വിളിക്കരുതെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ പറയുന്നത് അതല്ല. അതിനപ്പുറത്ത് CMRLന്റെ വരുമാനങ്ങൾക്കുമൊക്കെ അപ്പുറത്ത് അവരുടെ വരുമാന സ്രോതസ്സുകൾ, നോൺ സോഴ്സസ് ഓഫ് ഇൻകം, അതിനെല്ലാം അപ്പുറത്ത് തുക കൈപ്പറ്റിയതായി അവർക്ക് എവിഡൻസ് ലഭിച്ചിരിക്കുന്നു എന്നാണ് ED പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഡയറിയിൽ നിന്ന് കണ്ടെത്തിയ വിവരങ്ങളിൽ ഈ ദുബായിലേക്ക് 85 ലക്ഷവും 20.5 കോടി രൂപയുടെ കാര്യവും ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് അവർ റെയ്ഡ് നടത്തുന്നു. റെയ്ഡ് നടത്തിയപ്പോൾ അവർക്ക് അതിനുള്ള തെളിവുകൾ ലഭിച്ചു എന്നാണ് അവർ പറയുന്നത്. അതനുസരിച്ചുള്ള കേസുകളുമായി അവർ മുന്നോട്ട് പോവുകയാണ് എന്നാണ് EDയുടെ പത്രക്കുറിപ്പിലൂടെ പറയുന്നത്. ഇത് നിഷേധിക്കപ്പെട്ടിട്ടില്ല. മറിച്ച് പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്താ
അങ്ങ് പൂർത്തിയാക്കും, എന്നിട്ട് ഞാൻ ചോദിക്കാം. മറിച്ച് പ്രതിപക്ഷ നേതാവ് പറയുന്നത് 20.5 കോടി എന്ന് പറയുന്നതോ 22 കോടി എന്നോ പറയുന്നതോ ഒരു കുറഞ്ഞ തുകയാണെന്നാണ് പറയുന്നത്. ഇത് പറയാൻ ഇദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് എന്താണ് സ്മൃതി? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം അങ്ങനെ വലിയ ധനാഢ്യ കുടുംബത്തിൽ ജനിച്ച ഒരാളല്ലല്ലോ. എങ്ങനെയാണ് ഈ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് വരുന്ന ഒരാൾ 20.5 കോടി 22.5 കോടി എന്ന് പറയുന്നത് അത്ര വലിയ തുകയല്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു പോകുന്നത് എങ്ങനെയാണ്? ആ സാഹചര്യത്തിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടത് എങ്ങനെയാണ്? എന്താണ് അദ്ദേഹത്തിന്റെ നോൺ സോഴ്സ് ഓഫ് ഇൻകം? ഈ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊന്നും ചോദിക്കാൻ പറ്റില്ല. ഇതിനെല്ലാം വിധി വന്ന ശേഷം വരണം എന്നാണ് പറയുന്നത്. അതുവരെ ഇത് നിർത്തിയിട്ട് നമ്മൾ ഇനിയും ചരിത്രം മാത്രം പറഞ്ഞാൽ മതി എന്നാണോ ഈ പറയുന്നതിന്റെ അർത്ഥം? ഇതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ശ്രീ പിണറായി വിജയനാണ്, CPM-നാണ്, വീണ തൈക്കണ്ടിയിലിനല്ല. അവരുടെ കാര്യങ്ങൾ അവർ നടത്തട്ടെ. അപ്പൊ ഇത് റിയാസിന്റെ പേര് പറഞ്ഞു, റിയാസിന്റെ സുഹൃത്തുക്കളുടെ പേര് പറഞ്ഞോളൂ. പറയും. അല്ല, റിയാസിലേക്ക് എത്തുന്നില്ല. റിയാസിന്റെ റിയാസിലേക്ക് എത്തിയില്ല എന്ന് പറയുന്നത് സാങ്കേതികം മാത്രമല്ലേ സ്മൃതി? നമ്മളൊക്കെ കണ്ണും കാതും തുറന്ന് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനമല്ലേ നമ്മളെല്ലാവരും നടത്തുന്നത്? ഇവർ മാത്രമാണോ ഇത് നടത്തുന്നത്? ഈ പറയുന്ന കോഴിക്കോട്ടുള്ള ഈ സ്ഥാപനങ്ങളിലെല്ലാം റെയ്ഡ് നടക്കാൻ ഇടയായ സാഹചര്യം എന്താണ്? ഇവരുടെ എല്ലാം പൊതു സ്വഭാവം എന്താണ്? ഇതെല്ലാം മാറി വെച്ച് വളരെ സാങ്കേതികമായിട്ട് എന്റെ അക്കൗണ്ടിലില്ല, എന്റെ ബിനാമി അക്കൗണ്ടിലുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അത് അങ്ങനെയാണോ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? അങ്ങനെയാണോ ഇവിടെ രാഷ്ട്രീയ ചർച്ചകൾ നടത്തിയിട്ടുള്ളത്? ഈ CPM അങ്ങനെയാണോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്? ഞാൻ CPM-ന് വേണ്ടി വീടാന്തരം കയറി വോട്ട് പിടിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെയാണോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്? ബോഫോസ് കേസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണോ? അപ്പൊ ഈ അധികാരസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് 20.5 കോടി ഒരു മുഖിപ്പടിക്കുള്ളതെന്ന് തോന്നുന്നത് എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കേണ്ടത്. അത് വിശദീകരിക്കുകയാണ് രാഷ്ട്രീയ യോഗത്തിൽ ചെയ്യേണ്ടത്. ചിലപ്പോൾ അവർ നാളെ ചെയ്യുമായിരിക്കും. നമുക്ക് കേട്ടു നോക്കാം. ഒരൊറ്റ കാര്യം കൂടി ശ്രീ ജോസഫ് സി മാത്യു, ഇപ്പോൾ ഈ ഡയറി കുറിപ്പുകൾ അല്ലെങ്കിൽ ഈ കടലാസിൽ എഴുതി വെച്ച കാര്യങ്ങൾ ഇതൊന്നും പ്രധാന തെളിവായി പരിഗണിക്കാനാവില്ല എന്ന് ജെയിൻ ഹവാല കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നതും മറുവാദമായി വരുന്നുണ്ട്. അപ്പോൾ ഈ കുറിപ്പുകൾ മാത്രം പോരാ, കുറിപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരിലേക്ക് എത്തുന്നു. അവരിൽ നിന്നും ഈ പറഞ്ഞ എഴുതിയ തെളിവുകളല്ലാതെ പണവുമായി ബന്ധപ്പെട്ട പണം പുറത്തേക്ക് പോയി എന്നതിന്റെ തെളിവുകൾ കൂടി കിട്ടേണ്ടതുണ്ട്. അതല്ല എങ്കിൽ വെറും ഡയറി കുറിപ്പുകളായി ഇത് അവസാനിക്കും. സ്മൃതി, ഒന്നാമത്തെ കാര്യം, ഇത് ഡയറി കുറിപ്പ് മാത്രമായിട്ട് കോടതിയിൽ കൊണ്ടുവന്ന് ഡയറിയിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇവർ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ കോടതി സ്വീകരിക്കില്ല. പക്ഷേ ഡയറി കുറിപ്പ് ലീഡായി വെച്ചുകൊണ്ട് കൊറാബറേറ്റ് ചെയ്യാവുന്ന തെളിവുകൾ കണ്ടെത്തിയതായിട്ടാണ് ED ഇപ്പോൾ പറയുന്നത്. ED പറയുന്നതെല്ലാം തെളിയിക്കപ്പെടുമെന്നൊന്നും ഞാൻ പറയുകയല്ല. അതാണ് ED ഇപ്പോൾ പറയുന്നത്. അല്ലാതെ ഡയറി കുറിപ്പിലുണ്ട്, അതുകൊണ്ട് ഇവർ കുറ്റക്കാരാണെന്ന് മെയ് 27 നടത്തിയ റെയ്ഡിന് ശേഷം അവരിതൊന്നും പറഞ്ഞില്ല. അന്നത്തെ ഡയറി കുറിപ്പിൽ തന്നെ ഉണ്ടായിരുന്നു 85 ലക്ഷത്തിന്റെയും 20.5 കോടിയുടെയും ഡീറ്റെയിൽസ് ആ ഡയറി കുറിപ്പിൽ ഉണ്ടായിരുന്നു. അത് പറഞ്ഞത് എപ്പോഴാണ്? ഇപ്പോൾ ഈ 18 നടത്തിയ റെയ്ഡിന് ശേഷമാണ് അവർ പറയുന്നത് അന്ന് ഞങ്ങൾ അങ്ങനെ കണ്ടിരുന്നു, അതിനെ അനുസൃതമായി റെയ്ഡ് നടത്തി, എവിഡൻസസ് വെർ ഫൗണ്ട് എന്ന് പറയുകയാണ് ഇതിന് രണ്ടിനും. അപ്പോൾ അത് അവര് പത്രക്കുറിപ്പിലൂടെ അവർ പൊതുജനങ്ങളോട് പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവർ വന്നിട്ട് ഇങ്ങനെ ഒരു ഡയറി ഇല്ലെന്നോ, ഈ ഡയറി എന്റേതല്ലെന്നോ, ഡയറിയിൽ അങ്ങനെ എഴുതിയിട്ടില്ലെന്നോ, ഇത് കണ്ടെത്തിയില്ലെന്നോ, അവിടെ റെയ്ഡ് നടത്തിയവർക്കോ ഇവിടെ റെയ്ഡ് നടത്തിയവർക്കോ ആക്ഷേപമോ മറുപടിയോ ഇല്ല. ശരി, അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഒരു കാര്യം കൂടെ പറയട്ടെ സ്മൃതി, ഈ ഡയറി കുറിപ്പുകളുടെ നിരർത്ഥകതയെ കുറിച്ച് പറയുന്നവരാണ് സുരേഷ് കുമാർ എന്ന് പറയുന്ന CMRL-ന്റെ അക്കൗണ്ടന്റിന്റെ ഡയറി കുറിപ്പിനെ കൊണ്ട് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതും അന്വേഷിക്കേണ്ടതാണ്, എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ ഈ പറയുന്ന പലരുടെയും ഒരു പക്ഷപാതിത്വം കൂടി ഞാൻ പറയുകയാണ്. ഈ ഡയറി കുറിപ്പ് എന്ന് പറയുന്നത് കടലാസിൽ എഴുതിയതാണ്, വിലയില്ല. പക്ഷെ ആ ഡയറി കുറിപ്പ് എന്ന് പറയുന്നത് കടലാസിൽ എഴുതിയതാണേലും അതിനാണ് വില. ഡിജിറ്റൽ ട്രാൻസാക്ഷൻ അന്വേഷിക്കേണ്ടതില്ല, കടലാസാണ് അന്വേഷിക്കേണ്ടതെന്ന് പറയുന്നവരുടെ ഉദ്ദേശം അന്വേഷണത്തെ തടസ്സപ്പെടുത്തുക, ഏത് വിധേനയും ഇവിടെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ നീതി നടപ്പിലാക്കി കിട്ടണം എന്നുള്ളതല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, ശ്രീജയേന്ദ്രൻ അങ്ങൊന്ന് തുടരാൻ ഞാനിലേക്ക് വരാം, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ശ്രീജയേന്ദ്രൻ, ഈ ലേക്കർ ഇന്ത്യ പ്രദർശിപ്പിച്ച GST നമ്പർ അത് വ്യാജമാണ് എന്നുള്ള ആരോപണം, അതിൽ ഇപ്പോൾ ഈ 15 നമ്പറുകൾ വേണം, 15 അക്കങ്ങൾ വേണം, പക്ഷെ അതിൽ 14 അക്കങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ നമ്പർ GST പോർട്ടൽ പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു നമ്പർ നിലവിലില്ല എന്ന് കാണിക്കുകയും ചെയ്യുകയാണ്. ശ്രീജയേന്ദ്രൻ, സ്മൃതി, ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്,
ഇപ്പൊ ജോസഫ് സി മാത്യു പറഞ്ഞല്ലോ, അത് മറുപടിയായിട്ട് തന്നെ ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനെതിരെയുള്ള പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നത് 2002-ലാണ്. അപ്പൊ അതില് ഈ പേയ്മെന്റ് ആക്ടിനൊരു ചെയിൻ അതിൽ തന്നെ പറയുന്നുണ്ട്. അത് പിന്നെ ഷെഡ്യൂൾ ഒഫൻസ്, പിന്നെ അത് കഴിഞ്ഞ ഒരു കുറ്റകൃത്യം എന്നുള്ള നിലയ്ക്ക് പ്രൊസീഡ്സ് ഓഫ് ക്രൈം, പിന്നെ ആ പണം എങ്ങോട്ടൊക്കെ പോകുന്നതിന്റെ വഴികൾ സംബന്ധിച്ചൊക്കെ വിശദമായിട്ട്, അതാണ് സെക്ഷൻ 3 എന്ന് പറയുന്നത്. ആ സെക്ഷൻ 3 ആണ് അത് ഇൻവോക്ക് ചെയ്യുന്നത് ഈ PMLA ആക്ടില്. അപ്പോ പിന്നെ ഇത് ജോസഫ് സി മാത്യു പറഞ്ഞതുപോലെ അത്രയും വർഷം താങ്കൾ മിണ്ടാതിരിക്കണമെന്നോ വിമർശകർ മിണ്ടാതിരിക്കണമെന്നോ അതിന് അർത്ഥമില്ല. പക്ഷെ താങ്കൾക്ക് വിമർശിക്കാൻ ഇമ്മ്യൂണിറ്റി ഉള്ളതുപോലെ തന്നെ കുറ്റാരോപിതർക്കും ഡിഫൻസ് എടുക്കാനുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് പ്രാഥമികം അംഗീകരിക്കണം എന്നത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് പൊതുവായിട്ടുള്ള അവകാശമാണ്. അതിൻ്റെ അകത്ത് കുറ്റക്കാരിയാണെങ്കിൽ അല്ലെങ്കിൽ കുറ്റക്കാരനാണെങ്കിൽ അവർക്ക് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതിന് മറ്റ് കേസുകൾക്കുള്ളതുപോലെയല്ല. അത് അദ്ദേഹം തന്നെ പറഞ്ഞു, ജോസഫ് സി മാത്യു തന്നെ പറഞ്ഞു, കുറ്റാരോപിതരാണ്, അവർ കുറ്റക്കാരെല്ലാം തെളിയിക്കേണ്ട നിയമമുള്ളത്. അതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ അതിലേക്ക് പോകുന്നുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി അത് ഈക്വൽ ആണ് ഇതിന്റെ അകത്തുള്ള അവകാശം. പക്ഷെ രാഷ്ട്രീയ നേതാക്കൾക്ക് അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടോ ശ്രീജേന്ദ്രൻ? ഏതാ രാഷ്ട്രീയ നേതാക്കൾക്ക് അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടോ? അല്ല, കുറ്റാരോപിതം ഞാൻ പറഞ്ഞത്, അതിന്റെ അകത്ത് വ്യക്തികളെ കാറ്റഗറൈസ് ചെയ്യേണ്ട കാര്യമില്ല. രാഷ്ട്രീയ നേതാക്കൾക്ക് ജനങ്ങളുമായി ഒരു ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ടല്ലോ. അപ്പോൾ അവരോടത് വിശദീകരിക്കേണ്ടതില്ല എന്നങ്ങ് തീരുമാനിച്ചാൽ പിന്നെ എങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവായി തുടരും? അല്ല, ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യേണ്ട കാര്യം താങ്കൾക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്കൾക്ക് വേണമെങ്കിൽ ആവാം. പിന്നെ എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞല്ലേ, ഇത്തരത്തിലുള്ള ഈ പറയുന്ന പ്രൊസീഡ്സ് ഓഫ് ക്രൈം മുതൽ അവര് പണം പോയ വഴികൾ വരെയുള്ള ഒരുപാട് റൂട്ടുകളുണ്ട് ആ സെക്ഷൻ 3-ല്. അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ആർക്കും പത്രസമ്മേളനം നടത്തിയോ പ്രസ് റിലീസ് നടത്തിയോ വിശദീകരിക്കാൻ കഴിയില്ല സ്മൃതി. അത് അങ്ങനെയാണ് ആ കേസിന്റെ സ്വഭാവവും രീതിയും പോക്കും അങ്ങനെ തന്നെ ഉള്ളൂ. പക്ഷെ അങ്ങ് ഈ വാർത്താക്കുറിപ്പിൽ കൂടുതൽ വിശദീകരിക്കണമെന്നല്ലേ അങ്ങ് പറഞ്ഞത്? പക്ഷേ വാർത്താക്കുറിപ്പിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തണമെന്നല്ലേ അങ്ങ് പറഞ്ഞത്? അല്ല, ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസവും രാജു പി നായർ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിച്ചതാണല്ലോ ഈ നാഷണൽ ഹെറാൾഡ് കേസ്. ED ആ കേസിലേക്ക് വരുന്നത് 2011 ഉത്ഭവിച്ച ആ കേസിലേക്ക് ED വരുന്നത് എന്നാണ് 2021 ജൂണിലാണ് വരുന്നത്. ഇവരൊരു പിന്നെ മറുപടി പറയുന്നത് എന്നാണ് AICC മറുപടി പറയുന്നത് 2023-ലാണ്. അതും പിന്നെ ഈ ശ്രീമതി സോണിയാഗാന്ധിയും ശ്രീ രാഹുൽ ഗാന്ധിയും വ്യക്തിപരമായി അതിനകത്ത് തങ്ങൾ ഇൻവോൾവ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ തങ്ങളെ കുടുക്കി എന്ന് അവർ പറയുന്ന കേസിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരിച്ചിട്ടുണ്ട് ഇതുവരെ? AICC പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് പോലീസിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതല്ല, ഡിപ്പെൻഡ്സ്. അതിനെ സംബന്ധിച്ച് ഞാൻ എതിർപ്പ് പറയില്ല, വിമർശനമില്ല എനിക്ക്. AICC അതിനുള്ള ആ ഡിഫൻസ് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ നയപ്രകാരം തന്നെ അതിനകത്ത് ഞാൻ ഒരു തെറ്റും പറയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ സെലക്റ്റീവ് ആവരുത് നമ്മളുടെ വിമർശനങ്ങളുടെ ഈ ക്രക്സ് എന്ന് പറയുന്നത്. അതേ ഉള്ളൂ തർക്കം. അതിൽ ഇവിടെ കുറ്റം ചെയ്തിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെട്ടോട്ടെന്നേ. എന്തിന് നമുക്കത് രക്ഷിക്കാൻ പറ്റുമോ? ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ അല്ലാത്ത കേസിൽ ബോധപൂർവം വലിച്ചടയ്ക്കുന്ന ഇപ്പൊ ലേക്കർ ഇന്ത്യയുടെ കേസ്, ആ കേസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് 2023-ലാണ്. ഇവിടെ ഇവർ അന്വേഷിക്കുന്ന എന്നുവരെയാണ് 2021 വരെ. ആദ്യം 2019 വരെയുള്ളത് 21-ലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴാണല്ലോ വീണയുടെ തന്നെ 1.72 2.78 കോടി ആവുന്നത്. അതും കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ആരോപിക്കുന്നത് പോലെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ഒരു സ്ഥാപനം ഉണ്ടാക്കിയത്. എക്സാലോജിക്കിനും വീണ ടിക്കും കൊടുത്ത പണം എങ്ങോട്ട് പോയി എന്നുള്ള അന്വേഷണമാണ് പിന്നെ 2023-ലേക്ക് എത്തുന്നത്. അല്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ശ്രമിക്കുന്നതായിട്ട് ഞാൻ ആരോപിക്കുന്ന ഇതാണ്. ഈ 20.5 കോടി രൂപ അവിടെ CMRL കൊടുത്തു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള ശ്രമം ഇഡിക്കല്ല, ഇഡിയുമായി ബന്ധപ്പെട്ട ചിലർക്കുണ്ടോ എന്നാണ് എന്റെ സംശയം. ഇഡി കൊണ്ടെന്ന് ഞാൻ ഇപ്പോഴും പറയില്ല. ശരി, അങ്ങിപ്പോൾ ഇതൊന്നും വിശദീകരിക്കേണ്ട എന്ന് പറയുമ്പോൾ നാളെ അത് വിശദീകരിക്കാൻ പാർട്ടി ആലോചിക്കുന്നുണ്ട്. മുതലക്കുളം മൈതാനത്ത് എന്ത് വിശദീകരണമാണെന്ന് നമുക്ക് നാളെ നോക്കാം. ശ്രീ രാജു പി നായർ, സമയം കഴിഞ്ഞതുകൊണ്ടാണ് അങ്ങയിലേക്ക് വരാത്ത. അടുത്ത ദിവസം നമുക്കിരിക്കാം. വളരെ നന്ദി ശ്രീ രാജു പി നായർ, ശ്രീ ജയേന്ദ്രൻ, ശ്രീ ജോസഫ് സി മാത്യു ചർച്ചയിൽ പങ്കെടുത്തതിന്. കാണാം ഡീറ്റെയിൽസ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.